ഇസ്രായേൽ ഹമാസ് യുദ്ധം യഥാർത്ഥത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോവുകയാണ്. പ്രത്യേകിച്ച് റഫ 14 ലക്ഷം പേരാണ് അവിടെ തിങ്ങിക്കൂടി തമ്പടിച്ചിരിക്കുന്നത്. അവിടെ വൻ ആക്രമണത്തിന് തങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്ന് ഇസ്രായേൽ സേന വെളിപ്പെടുത്തുന്നത് ഈ മണിക്കൂറുകളിലാണ്. പ്രത്യേകിച്ച് അവരുടെ വാർ ക്യാബിനറ്റിലെ അംഗമായിട്ടുള്ള ബെന്നി ഗാൻസ് ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത് മാർച്ച് 10-നകം ബന്ദികളെ വിട്ടു തന്നില്ലെങ്കിൽ വൻ ആക്രമണം, ഞങ്ങൾ നേരിട്ട് ടാങ്കുകൾ അയച്ച് റഫ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ള വല്ലാത്തൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്തുണ്ട്. പക്ഷേ ഇസ്രായേൽ കൂസുന്നില്ല എന്ന് മാത്രമല്ല, ഈ 14 ലക്ഷം ജനങ്ങൾ തമ്പടിച്ചെടുത്തോടേക്ക് കൂറ്റൻ ടാങ്കുകളും വ്യോമാക്രമണം നടന്നാൽ എത്രായിരം പേർ കൊല്ലപ്പെടും എന്നുള്ളത് തന്നെയാണ് വല്ലാത്ത ആശങ്കയുടെ മുൾമുനയിൽ ലോകത്തെ നിർത്തുന്നത്. ബന്ദികൾ 134 ബന്ദികളെ ഇനി വിട്ടയക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പലരും ഇതിനുള്ളിൽ മരിച്ചിട്ടുണ്ടാവും. അതിനിടയിൽ നാസർ ആശുപത്രി, തെക്കൻ ഗസയിലെ ആശുപത്രി അടച്ചു പൂട്ടി. കാരണം ഇസ്രായേൽ ടാങ്കുകൾ അവിടേക്ക് ഇരച്ചെത്തുകയും സൈനികർ റെയ്ഡ് നടത്തുകയും ചെയ്തതോടെ അവിടെ രോഗികൾ, ആയിരക്കണക്കിന് രോഗികളും കൂട്ടിന് നിന്നവരും ഓടി രക്ഷപ്പെട്ടു. അത്യാസന്ന നിലരായ പലരും ഓക്സിജൻ കിട്ടാതെ മരിച്ചു. അതിനിടയിലാണ് ഇപ്പോൾ ഈ റഫയിലും വൻ ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ബന്ദികളെ വിട്ടു നിൽക്കാൻ ഇത് മാർച്ച് 10 വരെ ഡേറ്റ് ഉണ്ട്. ആ മാർച്ച് 10-ന് പ്രത്യേകതയുണ്ട്. റമദാൻ മാസം ആരംഭിക്കുന്നത് മാർച്ച് 10-നാണ്. അതിന് മുൻപേ വിട്ടുകിട്ടണം, ഇല്ലെങ്കിൽ യുദ്ധം. എന്ന് വെച്ചാൽ റമദാൻ മാസത്തിൽ പോലും ഇസ്രായേൽ യുദ്ധം ചെയ്യും എന്ന ഭീഷണിയാണ് മുഴക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ചെങ്കടലിലും വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ യമനിൽ അമേരിക്ക ആക്രമണം നടത്തി 2 കേന്ദ്രങ്ങളിൽ തിരിച്ചടിച്ചിരിക്കുന്നു ഹൂതികൾ പല കപ്പലുകൾക്ക് നേരെ. ഈ രീതിയിൽ യുദ്ധം പലതരത്തിൽ വ്യാപിക്കുന്നുവെന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 100-ലേറെ പേർ, 127 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അതോടെ മരണസംഖ്യ 29,000 കടന്നിരിക്കുന്നു. ഈ 29,000 പേരിൽ ഏതാണ്ട് 22,000-ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും പാലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത മുഖമാണ്. ഗസയിൽ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ്, രക്തച്ചൊരിച്ചിലാണ്. ആർക്കും തടയാനാവുന്നില്ല. ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയായിട്ടിരിക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങളടക്കം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു, സ്വതന്ത്ര പാലസ്തീൻ സ്ഥാപിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അറബ് രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട്. പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല. ഇസ്രായേലി പ്രധാനമന്ത്രിയുമായിട്ട് ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹത്തോട് വളരെ കർശന ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചത്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പിന്തുണയില്ലാതെ പാലസ്തീൻ എന്ന രാജ്യം ഭൂരിപക്ഷ വോട്ടോടെ ഐക്യരാഷ്ട്രസഭ പാസ്സാക്കുമെന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറുഭാഗത്ത് ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഈ ഫെബ്രുവരി 24-ന് 2 വർഷം തികയുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ 9 മാസത്തിനിടയിൽ റഷ്യൻ സേന ഒരു ഐതിഹാസികമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന. ഔദ്യോഗിക എന്ന കിഴക്കൻ ഉക്രൈൻ നഗരം പിടിച്ചെടുത്തിരിക്കുന്നു റഷ്യൻ സേന. അതിന് പ്രധാന കാരണം ഉക്രൈൻ സേന മാസങ്ങളായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്ന ഒരു നഗരമാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളില്ലാത്ത അവസ്ഥയായി. ഈ കുരുക്ഷേത്രത്തിൽ ആയുധങ്ങളില്ലാതെ നിൽക്കുന്ന അവസ്ഥ പോലെയാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ സേനയ്ക്ക് സംഭവിച്ചത്. അമേരിക്കയിൽ നിന്ന് സൈനിക സഹായവും ആയുധങ്ങളും വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടുത്തെ US കോൺഗ്രസ് ഇത് സെനറ്റ് പാസ്സാക്കിയെങ്കിലും ജനപ്രതിനിധി സഭ ഈ തുകയും സൈനിക സഹായവും നൽകാനുള്ളത് പാസ്സാക്കിയിട്ടില്ല, തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്മാറേണ്ടി വന്നതെന്ന് ഉക്രൈൻ പരസ്യമായിട്ട് പറയുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ച് ഇത് ഞങ്ങളുടെ നാണക്കേടാണ്, ഞങ്ങളുടെ രാജ്യത്തിന് നാണക്കേടാണ് എന്ന് പറയേണ്ടി വന്നു. ജോ ബൈഡൻ പറഞ്ഞത് $60 ബില്യൺ എന്ത് വില കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ സെലൻസ്കിയും യുക്രൈനും സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനനഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു തോൽവിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ 2 വർഷം തികയുമ്പോൾ റഷ്യ 9 മാസത്തിനുള്ളിൽ ഒരു നഗരം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഒരു പക്ഷേ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് വരുന്നത്. യുക്രൈൻ യുദ്ധം അടുത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഉക്രൈൻ്റെ ശേഖരത്തിലെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു, സൈനിക ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, പണം ലഭിക്കുന്നില്ല. യൂറോപ്യൻ യൂണിയൻ പണവും മിലിറ്ററി സഹായവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പക്ഷേ അത്
ചേർന്നിട്ടില്ല. അവിടുത്തെ ഉക്രൈനിലെ സൈനിക തലവൻ വലേറിയെ മാറ്റി പുതിയ ആളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒലക്സാണ്ടർ എന്ന പേരാണ് പുതിയ സൈനിക തലവൻ്റെ പേര്. അവർ ഈ അടുത്ത ദിവസങ്ങളിൽ റഷ്യയുടെ കപ്പൽ മുക്കിയിരുന്നു. സീസർ കുനിക്കോവ് എന്ന കപ്പൽ മുക്കിയിരുന്നു. പഴയ സോവിയറ്റ് കമാൻഡോയുടെ പേരിലുള്ള കപ്പലാണ് മുക്കിയത്. യുദ്ധക്കപ്പൽ മുക്കി. അതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പോൾ ഉക്രൈൻ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന പ്രതീതി വന്ന സമയത്താണ് ഇപ്പോൾ കിഴക്കൻ ഉക്രൈൻ നഗരമായിട്ടുള്ള അവിദ്വിക്ക പിടിച്ചടക്കിയിരിക്കുന്നത് റഷ്യ. അപ്പോൾ വല്ലാത്ത രീതിയിൽ ഈ രണ്ട് യുദ്ധങ്ങളും മുന്നോട്ട് പോവുകയാണ്.